ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് നിതിൻ പുല്ലൻ ഒളിവിൽ. എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവർക്കെതിരെ വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതിനിടെ എസ്എഫ്ഐ പ്രവർത്തകരെ മർദ്ദിച്ച എസ്ഐ അഫ്സലിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സിപിഎം ചാലക്കുടി ഏരിയ കമ്മിറ്റി രംഗത്ത് വന്നു. ഡാനി പോളിന്റെ റിപ്പോർട്ട്. ചാലക്കുടിയിൽ പോലീസുകാരെ എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ മുഖ്യപ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഇപ്പോഴും തുടരുകയാണ്. പ്രധാന പ്രതിയായ നിതിൻ പുല്ലനെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഒളിവിലാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ ITIയിലെ വിജയാഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കേറ്റമാണ് പിന്നീട് പോലീസുമായുള്ളൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. ഇവിടെ SFI പ്രവർത്തകരും DYFI പ്രവർത്തകരും പോലീസുമായി ചേർന്ന് ഏറ്റുമുട്ടുകയായിരുന്നു. ഇതിൽ ഈ വാക്കേറ്റം പിന്നീട് വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിന് വഴിമാറുകയും ചെയ്തു. ഇന്നലെ 4 SFI DYFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടെ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി. എന്നാൽ പോലീസ് ജീപ്പ് തല്ലി തകർക്കുന്നതിനടക്കം നേതൃത്വം നൽകിയ നിതിനെ ഇതുവരെയും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾക്ക് വേണ്ടി അടക്കമുള്ള മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെങ്കിലും ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇടപെട്ടുകൊണ്ട് ഇയാളെ ബലമായിട്ട് തന്നെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപമായി പറയുന്നത്. കൂടുതൽ പേർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം ഈ സംഘർഷത്തെ അടക്കം ന്യായീകരിച്ചും പോലീസിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടും CPI പ്രാദേശിക ഘടകം രംഗത്ത് വന്നിട്ടുണ്ട്. ചാലക്കുടി ഏരിയ കമ്മിറ്റി ഇടയ്ക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ചാലക്കുടി SI അകാരണമായിട്ട് തന്നെ പ്രവർത്തകരെ നേരിടുകയായിരുന്നു. ഈ സംഭവം എന്തെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ അവിടെ ചെന്നത്. അവരെ റോഡിലൂടെ വലിച്ചഴക്കുന്ന രീതിയിലായിരുന്നു അവരോട് പെരുമാറിയത്. ഈ പോലീസാണ് ഈ കുഴപ്പത്തിന് കാരണമായത്. ഇവർക്കെതിരെ കുറ്റക്കാർക്കെതിരെ കൃത്യമായ രീതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം നടപടി വേണമെന്നാണ് CPM ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്.